എന്താണ് അന്വേഷണം നടക്കട്ടെ, അത് തെളിവ് എല്ലാം പുറത്ത് വന്നിട്ട് എല്ലാം തെളിയട്ടെ. എന്നിട്ട് നമ്മൾ എന്താണ് അവർ തീരുമാനിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ഡ്യൂട്ടിയിലേക്ക് റിട്ടേൺ ചെയ്യും. എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല, പക്ഷെ ഞങ്ങൾ കുറെ ഇവിടെ കംപ്ലൈന്റ്സ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല, അത് ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ വേറെ രീതിയിൽ കുറെ പ്രഷറൈസിങ്ങും കുറെ കളിയാക്കലും ഒക്കെ അനുഭവിച്ച കുറെ ആൾക്കാരെ എനിക്കറിയാം. അതിൽ എത്രത്തോളം അത് ഇപ്പം ഈ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താ കറക്റ്റ് ഇന്ററാക്ഷൻ നടന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇവിടെ കുറെ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്താണ് നിങ്ങളുടെ ഇതിലൊരു പോംവഴി എന്താണ്? എങ്ങനെ ഏത് രീതിയിൽ അന്വേഷണം പോകണമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അന്വേഷണം പോലീസിനെ കറക്റ്റ് രീതിയിൽ പോകുന്ന തന്നെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ ആരും എന്തുകൊണ്ടാണ് ഈ കുടുംബത്തെ സന്ദർശിക്കാൻ ആരും പോയില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ആരും അവിടെ പോവാത്തത്, ഒരു പ്രതിനിധിയായി ആരും ആ വീട്ടിലേക്ക് പോവാത്തത് എന്തുകൊണ്ടാണ് അറിയില്ല. പോയിരുന്നോ? ഞാനൊരു ഇന്റേൺ ആണ്. ഈ വിഷയം അറിയാമായിരുന്നു ഇവിടെ റാംസാറിന്റെ മരണപ്പെട്ട മോനുമായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങി, ഞാൻ ഹൗസ് സർജൻ ആണ്. എനിക്ക് ആ കുട്ടീനെ പേഴ്സണലി അറിയില്ലായിരുന്നു. റാഗിങ് ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ റാഗിങ് അല്ല, പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പക്ഷെ ഇപ്പം പറയുന്ന ഇന്ററാക്ഷൻ അങ്ങനെയാണ് അവിടെ നടന്നെന്നുള്ളത്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല. ദർശനം സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അവർക്ക് കുറെ പണിഷ്മെന്റ് റാംസാർ അടക്കം നൽകിയിരുന്നു. അങ്ങനെ പണിഷ്മെന്റ് ഒരു പണിഷ്മെന്റ് ഉദാഹരണം പറയാമോ? പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ പണിഷ്മെന്റ്, കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. പരാതിയായിട്ട് പലരും വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഗെറ്റ്സ് റിസോൾവ്ഡ്. ആൻഡ് ഇപ്പോഴാണ് പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. ഞാൻ അറിയുന്നതായിട്ട് അങ്ങനെയല്ല, പക്ഷെ കഴിഞ്ഞ വർഷം കുറെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാനിപ്പോ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഭയമാണ്, പറയാൻ പേടിയാണ്. അങ്ങനെ ഇവിടെ എല്ലാവരും പഠിച്ചെങ്ങനെങ്കിലും പാസ്സായി, കാരണം ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ കോഴ്സ്. അപ്പം അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ബാക്ക് ആവാണ്ട് പഠിച്ച് പാസ്സായി പോകണം എന്നുള്ളതാ. സോ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി കൺസേൺഡ് ആയിട്ട് പലരും കംപ്ലൈന്റ്സ് ആയിട്ട് വരാറില്ല. പേഴ്സണലി എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ ഇപ്പം അറിയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇതെല്ലാം അറിയുന്നത് ഇതിന് ശേഷമാണ്, ഇൻസിഡന്റിന് ശേഷമാണ്. കാരണം എനിക്ക് ആ കുട്ടീനെ പേഴ്സണലി അറിയില്ലായിരുന്നു. സംഗീത മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അക്കാഡമിക്കലി നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാമാണ്. മാം അങ്ങനെ ചീത്ത പറയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിഷമാവുന്ന രീതിയിലൊന്നും പറയുന്നതായിട്ട്, ഞാനിപ്പോൾ 8 വർഷം ഇവിടെ പഠിക്കുന്നു, 8 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 2018 ബാച്ചാണ്. അപ്പം മാമിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ റാം സാറിന്റെ വക ഹ്യൂമിലിയേഷൻ അങ്ങനെ പലരും അത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. കളിയാക്കലും ഹ്യൂമിലിയേഷനും ഒക്കെ തന്നെയാണ്. ഇന്റേണൽ മാർക്സ് ചിലർക്ക് പേഴ്സണൽ ഗ്രാജ് കാരണം ഇന്റേണൽ മാർക്സ് കട്ട് ചെയ്ത ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഹൗസ് സർജനാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നു. ഡെന്റൽ കോളേജിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ മാർച്ച് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. കോളേജിന് 15-ാം തീയതി വരെ അവധി നൽകിയിട്ടുണ്ട്. എങ്കിലും വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ?
പണിഷ്മെന്റ്സ് ഒക്കെ ഇവിടെ കൂടുതലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഇന്റേണൽ മാർക്കെല്ലാം കട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? അതുകൊണ്ടാണോ ആരും ഒന്നും പ്രതികരിക്കാൻ മടിക്കുന്നത്? അതുകൊണ്ടാണോ ഇന്റേണൽ മാർക്സ് അങ്ങനെ കട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുമ്പോൾ അത് ഒക്കെ ആണല്ലേ? ഇതൊക്കെ ഉണ്ട്, ഒരു പേടിയുണ്ട് നിങ്ങൾക്കൊക്കെ? പേടിയുണ്ട്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു സഹപാഠി മരണപ്പെട്ടു പോയി, ഇനി എങ്ങനെ ഏത് രീതിയിലാണ് ഇതിന്റെ അന്വേഷണം പോകണമെന്നാണ് നിങ്ങളുടെ ആവശ്യം? അന്വേഷണം ഇപ്പൊ നടന്നത് അവരുടെ ബാച്ച്മേറ്റ്സിനെ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ സീനിയേഴ്സാണ്, ഞങ്ങൾ ഇന്റേൺസ് ആണ്, ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി അന്വേഷണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ബാച്ച്മേറ്റ്സിനോട് തന്നെ നല്ല രീതിയിൽ പണിഷ്മെന്റ്സ്. നിങ്ങൾക്കൊക്കെ പ്രയാസം കോളേജ് ഇങ്ങനെ ആവരുത് എന്ന് തന്നെയാണോ നിങ്ങളുടെയൊക്കെ നിർദ്ദേശം? ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പലപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ അന്വേഷണം എന്തായാലും നടക്കണം. എന്തായാലും ഇതൊക്കെ സീനിയേഴ്സാണ്, BDSന്റെ സീനിയേഴ്സ് വിദ്യാർത്ഥികളാണ്. എന്താണ് നിങ്ങൾ ഈ ഒരു എന്താണ് പറയാനുള്ളത്? ഇപ്പം നമുക്ക് എന്താ സത്യം എന്നുള്ളത് നമുക്കും അറിയത്തില്ല. നമുക്ക് ഈ ഇതിലെല്ലാം പറയുന്ന കേട്ടുള്ള പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടെന്നും പറയുന്നുണ്ട്, കോളേജിൽ നിന്നുള്ള ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുള്ളൂ. നമ്മളാരും നേരിട്ട് ഇത് കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പം നമുക്കറിയത്തില്ല. നമുക്ക് ഇവിടുന്ന് ഉണ്ടായേക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പം നമ്മൾ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ന്യൂസ് റിപ്പോർട്ടേഴ്സ് ചോദിച്ചപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം നീതികരമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഈ കാസ്റ്റിസം പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാണ്ടുള്ള മാർക്കുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളത് നമുക്കുണ്ടായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. നീതികരമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും വരുന്നതെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഫൈനൽ ഇയർ ആണോ? ഇന്റേൺസ് ആണ് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്ത ഹൗസ് സർജൻസ് ആണ്. അപ്പൊ 5 വർഷത്തിലധികമായി ഇവിടെ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഈ 5 വർഷത്തെ അനുഭവം നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ഉത്തരം? എല്ലാവരെയും നമുക്ക് ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. പല സ്റ്റാഫും നമ്മുടെ കൂട്ടത്തിൽ നിന്നവരുമുണ്ട്, പല സ്റ്റാഫും അല്ലാണ്ട് നിന്നവരുമുണ്ട്. ഈ ഡോക്ടർ റാം, സംഗീത നമ്പ്യാർ എന്നീ അധ്യാപകരെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഡോക്ടർ സംഗീതമ്മ നമുക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ട്, നമ്മൾ 2019 ബാച്ചാണ്. എനിക്കും എൻ്റെ സഹപാഠികൾക്കാണെങ്കിലും പല കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടേത്. എന്നിരുന്നാൽ പോലും ആർക്കും ഒരു ദുരനുഭവം ഉണ്ടായിട്ട് എൻ്റെ അറിവിലില്ല സംഗീത മാമിന്റെ ഭാഗത്തു നിന്നും. റാമിന്റെ കാര്യത്തിൽ റാം സാറിന്റെ നമുക്ക് പല കുട്ടികൾക്കും ബോഡി ഷെയ്മിങ് അങ്ങനത്തെ കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്ട്രീമിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാണോ നമുക്ക് സംശയിക്കേണ്ടത്? ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെ സംശയിക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം നിതിൻ രാജും നമ്മൾ തമ്മിൽ 5 years ഗ്യാപ്പുള്ള ഒരു ബാച്ചാണ്. ഇതിനെ നേരിട്ട് ഇടപഴകി ഒരു പരിചയമില്ല നമുക്ക്. അപ്പൊ ആ കുട്ടിയോട് സംസാരിച്ചിട്ടുകൂടി ഇല്ല. ഇപ്പൊ റാഗിംഗ് ചെയ്യേണ്ടത് നിങ്ങളാണല്ലോ. നമ്മൾ റാഗ് ചെയ്യാൻ ഐ പേഴ്സണലി നെവർ റാഗ്. അങ്ങനെ ഒരു നിങ്ങളുടെ ഗ്രൂപ്പ് അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യത്തിലേക്കും പോയിട്ടില്ല. നമ്മുടെ ബാച്ച് എന്നത് ഇന്റേൺഷിപ്പ് കൂടെ ആയതുകൊണ്ട് ജൂനിയർ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വളരെ കുറവാണ്. അങ്ങനെ റാഗിംഗ് ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സീനിയേഴ്സും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 5-5.5 വർഷമായി ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ പറയുന്നതും ഡോക്ടർ റാമിന്റെ ഭാഗത്ത് നിന്നും ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി വിദ്യാർത്ഥികളൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു ഈ കോളേജിൽ. ആ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ നീതി ലഭ്യമാക്കാൻ വേണ്ട ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതികരണം, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഡെന്റൽ കോളേജിൽ നിന്നും നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത്.